إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെ നിയമങ്ങൾ പാലിച്ച് തഖ്വയുള്ളവരായി ഭയഭക്തിയുള്ളവരായി ജീവിക്കണേ എന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഇബാദുർ റഹ്മാന്റെ വിശേഷണങ്ങളെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആനിൽ നിന്ന് കഴിഞ്ഞ ഖുതുബകളിലൂടെ നമ്മൾ മനസ്സിലാക്കി വന്നത്. വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽഹഖ് വലാ യസ്നൂൻ വമൻ യഫ്അൽ ദാലിക യൽഖ അസാമ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടൊപ്പം മറ്റൊരാളോടും തന്നെ വിളിച്ചു പ്രാർത്ഥിക്കാത്തവരാണവർ, റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവർ. അതുപോലെ തന്നെ വൻപാപമായ കൊലപാതകം അത് ചെയ്യാത്തവരാണവർ, വ്യഭിചരിക്കുകയും ചെയ്യാത്തവരാണവർ. ആരെങ്കിലും അത്തരം പാപങ്ങൾ ചെയ്യുന്ന പക്ഷം യൽഖ അസാമ, അത്യധികം കഠിനമായ ശിക്ഷയും പാപവും അവൻ ഏറ്റുവാങ്ങേണ്ടി വരും. യുദാഅഫ് ലഹുൽ അദാബു യൗമൽ ഖിയാമത്തി വയഖ്ലുദ് ഫീഹി മുഹാന. അന്ത്യദിനത്തിൽ അവന്റെ ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരട്ടിപ്പിക്കുന്നതായിരിക്കും. വയഖ്ലുദ് ഫീഹി മുഹാന, അങ്ങേയറ്റം നിന്ദ്യനായിക്കൊണ്ട് ആ നരകാഗ്നിയിൽ അവൻ കഴിച്ചുകൂട്ടുകയും ചെയ്യേണ്ടി വരും. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹാ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. എന്നാൽ തൻ്റെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ച ശേഷം പടച്ച റബ്ബിൽ വിശ്വസിക്കുകയും അവനിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയും സൽക്കർമ്മങ്ങൾ കൊണ്ട് ആ പാപത്തിന് പരിഹാരം ചെയ്യുകയും ചെയ്യുന്നവർ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്,
അവരുടെ ആ തെറ്റുകൾക്ക് പകരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നന്മ രേഖപ്പെടുത്തും. ചെയ്തുപോയ തെറ്റിൽ നിന്നൊരു മനുഷ്യൻ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് മടങ്ങുക വഴി റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ പാപത്തെ പുറത്തു കൊടുക്കുക മാത്രമല്ല ചെയ്യുന്നത്, യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാപങ്ങൾ മാറ്റി തൽസ്ഥാനത്ത് അവർക്ക് നന്മകൾ രേഖപ്പെടുത്തുമെന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളോട് ആത്മാർത്ഥമായി അല്ലാഹുവിലേക്ക് നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങണമെന്ന് പഠിപ്പിക്കുന്നത്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ. ഖുൽ അല്ലാഹുവിന്റെ റസൂലേ അവരോട് പറയണം, യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ചു പോയ, തെറ്റുകൾ ചെയ്തു പോയ തന്റെ ദാസന്മാരോട് പറയണം. അല്ലാഹു പറയുന്നു, യാ ഇബാദി, അല്ലയോ എന്റെ ദാസന്മാരെ. അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ നിരാശരായി പോകരുത്. പടച്ച റബ്ബിന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശരായി പോകരുത്. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. പക്ഷെ അതിന് ആത്മാർത്ഥമായി അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. നസൂഹായ പടച്ച റബ്ബിന്റെ പക്കൽ സ്വീകാര്യോഗ്യമായ തൗബ ചെയ്ത് മടങ്ങണം. അങ്ങനെ തൗബ ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ തെറ്റുകൾ പോലും അതിന് പകരമായി നന്മകൾ രേഖപ്പെടുത്തുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു. സ്വീകാര്യോഗ്യമായ തൗബയ്ക്ക് വേണ്ടി 3 ഷർത്തുകൾ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. ഏറ്റവും സുപ്രധാനമായ ഷർത്തെന്ന് പറയുന്നത് അന്നദം, ചെയ്തുപോയ പാപത്തിൽ അവൻ അല്ലാഹുവിനോട് ഖേദമുണ്ടാകുകയും ചെയ്തു പോയതിൽ ദുഃഖമുണ്ടാകുകയും ചെയ്യുക എന്നുള്ളതാണ്. എനിക്കങ്ങനെ പറ്റിപ്പോയല്ലോ, സംഭവിച്ചു പോയല്ലോ, എന്റെ സൃഷ്ടാവായ റബ്ബിനെ ഞാൻ ധിക്കരിച്ചു പോയല്ലോ എന്നൊരു മനുഷ്യന്റെ മനസ്സിൽ ഖേദവും ദുഃഖവും ഉണ്ടാകുക എന്നുള്ളതാണ് തൗബയുടെ ഒന്നാമത്തെ നിബന്ധന എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അന്നദുമു തൗബ, അന്നദം തൗബ. ഒരു മനുഷ്യൻ ഒരു പാപത്തിൽ ഖേദമുണ്ടാകുക എന്നതുപോലും തൗബയാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറിച്ചൊരു മനുഷ്യൻ തന്റെ പാപങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ ആ ചെയ്തു കൂട്ടിയ പാപങ്ങളിൽ അവൻ അതിൽ അഭിരമിക്കുകയാണെങ്കിൽ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങൾ ഒരു കറുത്ത പുള്ളിയായി അവരുടെ ഹൃദയത്തിൽ വീണുകൊണ്ടിരിക്കുന്നു എന്ന് കാണാൻ സാധിക്കും. അങ്ങനെ കടുത്ത കഠിനമായ ഹൃദയത്തിന്റെ ഉടമയായി, പാപങ്ങളിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങാൻ സാധിക്കാത്ത, ഖേദമില്ലാത്ത ഹൃദയത്തിന്റെ ഉടമയായി അവൻ മാറുമെന്നാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹുവിനെ ധിക്കരിക്കുന്ന ഒരു വിഷയം ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ അവന് നദമുണ്ടാകണം, അതിൽ ഖേദമുണ്ടാകണം. വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ് ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്. അവർ അവരുടെ ജീവിതത്തിൽ വല്ല തെറ്റും സംഭവിച്ചു പോയാൽ, എന്തെങ്കിലും ഒരു അന്യായമായ കാര്യം അവർ പ്രവർത്തിച്ചു പോയാൽ അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുകയും അവരുടെ ഹൃദയം പടച്ച റബ്ബിനെ കുറിച്ചുള്ള ഭയം കൊണ്ട് വിങ്ങുകയും ചെയ്യുന്ന മനുഷ്യന്മാർ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമെന്നാണ്. അപ്പോൾ ഒന്നാമതായി വേണ്ടത് അന്നദം, ആ പാപത്തെ ചൊല്ലിയുള്ള ഖേദമാണ്. രണ്ടാമത്തേത് അൽ ഇഖ്ലാഉ അനിദ്ദംബ്, ചെയ്തുപോയ പാപത്തിൽ നിന്ന് വിരമിക്കുക എന്നുള്ളതാണ്. അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുകയും ചെയ്യുന്ന പാപം യഥേഷ്ടം തുടരുകയും ചെയ്യുക എന്നുള്ളത് ഒരു മുഅ്മിനിന് ചേർന്നതല്ല. മറിച്ച് പാപത്തെ അവസാനിപ്പിക്കുകയും
അതിൽ നിന്ന് മുക്തനാകുകയും ചെയ്യുകയെന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇന്നമത് തൗബതു അലല്ലാഹി ലില്ലദീന യഅമലൂന അസ്സൂഅ ബിജഹാലത്തിൻ ثم يتوبون من قريب. ഒരു പാപം അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഒരു വിഷയം ജീവിതത്തിൽ സംഭവിച്ചു പോകുകയും വളരെ അടുത്ത് തന്നെ ഖേദമുണ്ടാകുകയും ഇസ്തിഗ്ഫാർ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്കുള്ളതാണ് തൗബ എന്ന് പറയുന്നത്. എന്നാൽ യഥേഷ്ടം പാപത്തിൽ തുടരുകയും വലൈസത്തി തൗബതു ലില്ലദീന യഅമലൂന അസ്സൂഅ ഹത്താ ഇദാ ലില്ലദീന യഅമലൂന അസ്സയ്യിആത്ത് ഹത്താ ഇദാ ഹദറ അഹദഹുമുൽ മൗത്ത് ഖാല ഇന്നി തുബ്തു അൽആൻ. എന്നാൽ മറ്റു ചിലർ പാപങ്ങളിൽ അവർ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. തൊണ്ടക്കുഴിയിൽ മരണമെത്തുന്നത് വരേക്കും പാപത്തിൽ തുടരുകയും മരണത്തെ മുന്നിൽ കാണുമ്പോൾ ഞാൻ ഇതാ തൗബ ചെയ്തിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നവർക്ക് തൗബയില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ പാപത്തിൽ നിന്ന് മുക്തരാകണം. അവസാനമായി നമ്മൾ വേണ്ടത് അൽ അസീമതു അലാ അദമി റുജൂഇ ഇല ദംബ്. ആ പാപത്തിലേക്ക് ഒരിക്കലും ഇനി ഞാൻ തിരികെ പോകുകയില്ല എന്നുള്ള അസീമത്താണ് ഒരു മനുഷ്യന് മൂന്നാമതായി വേണ്ടത്. ഈ കാര്യങ്ങളാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ തൗബ പടച്ച റബ്ബ് സ്വീകരിക്കുവാൻ അനിവാര്യമായിട്ടുള്ളത്. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين. أما بعد أيها الإخوة أوصيكم بتقوى الله. الله نسوشيച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്. يا أيها الذين آمنوا توبوا إلى الله توبة نصوحا عسى ربكم أن يكفر عنكم سيئاتكم ويدخلكم جنات تجري من تحتها الأنهار يوم لا يخزي الله النبي والذين آمنوا معه نورهم يسعى بين أيديهم وبأيمانهم يقولون ربنا أتمم لنا نورنا واغفر لنا إنك على كل شيء قدير. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് ആത്മാർത്ഥമായി തൗബ ചെയ്യുക. നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരാനും താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തോപ്പുകളിൽ നിങ്ങൾക്ക് പ്രവേശിക്കാനും നബിമാരും അവരിൽ വിശ്വസിച്ച ആളുകൾക്കും ഒരു നിന്ദ്യതയും വരാത്തൊരു ദിവസത്തിൽ അവരോടൊപ്പം പ്രകാശത്തിന്റെ ഉടമകളായി തീരുവാനും പടച്ച റബ്ബേ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രകാശം നീ പൂർത്തീകരിച്ചു തരണമേ, പാപങ്ങൾ പുറത്തു തരുകയും ചെയ്യണമേ എന്ന് അല്ലാഹുവിനോട് അന്നേ ദിവസം ആത്മാഭിമാനത്തോടെ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് സാധിക്കുവാനും പടച്ച റബ്ബിങ്കിലേക്ക് തൗബ ചെയ്ത് മടങ്ങാനാണ്. ഒരു മനുഷ്യന്റെ ആയുസ് ഏത് നിമിഷവും അവന് നിശ്ചയിക്കപ്പെട്ട സമയം വന്നാൽ അവൻ ഈ ലോകത്ത് നിന്ന് വിട പറയും. അതുകൊണ്ട് ജീവിതത്തെക്കുറിച്ചൊന്ന് സ്വയം വിചാരണ ചെയ്ത് അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് മടങ്ങുക. അതൊരു സത്യവിശ്വാസിയുടെ മുഖമുദ്രയാണ്. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ വയുഹിബ്ബുൽ മുതതഹിരീൻ. നിരന്തരം പടച്ച റബ്ബിങ്കിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്ന ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ആളുകളെ അള്ളാഹു അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മുതതഹിരീങ്ങളെയും സംസ്കരണവും ശുദ്ധിയും കാത്തു സൂക്ഷിക്കുന്ന ആളുകളെയും അല്ലാഹു ഏറെ ഇഷ്ടപ്പെടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള മുഅ്മിനീങ്ങളിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار. اللهم انصر إخواننا المستضعفين في فلسطين. اللهم كن لهم ناصرا ومعينا ومؤيدا ونصيرا. اللهم اجمع كلمتهم ووحد صفوفهم واشف مرضاهم وداوي جرحاهم وتقبل شهداءهم برحمتك يا أرحم الراحمين. اللهم عليك باليهود الظالمين. اللهم خذهم أخذ عزيز مقتدر وأرنا فيهم عجائب قدرتك يا قوي يا متين. وأقم الصلاة.